ഈ പയ്യൻ വളരെ കൂളായി നടന്നു വരുന്നുണ്ട് റോഡിൽ കൂടെ. പയ്യാമ്പലത്തെ കഫയിൽ നിന്നാണ് മോഷണം നടന്നത്. വൈൽഡ് കഫേ എന്ന സ്ഥാപനത്തിൽ നിന്നും 2,000 രൂപ അവിടെ വെച്ചിട്ട് 1 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോവല്ല, 1,02,000 രൂപ മൊത്തത്തിൽ കവർന്ന് അവിടെ ഉണ്ടായിരുന്ന സകല പൈസയും അടിച്ചു പോക്കറ്റിനകത്താന്ന് തോന്നുന്നു അടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖമൊന്നും മറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു CCTV യിൽ നിന്ന് വളരെ വ്യക്തമായി ആരാണ് എന്നറിയാൻ കഴിയുന്ന രീതിയിൽ വളരെ കൂളായി വളരെ ഭംഗിയായി നടന്നു പോവാണ്. മലയാളിയാണോ മലയാളിയെ തന്നെ അറിഞ്ഞുകൂടാ നമുക്ക്. എന്തായാലും വളരെ കൂളായി നടന്നു പോകുന്നുണ്ട് അതുവഴി. സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ ഒരു 10 o'clock നമ്മൾ സാധാരണ നമ്മുടെ ഡൈനിങ്ങും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആവുക നമ്മുടെ ഈ സ്റ്റോർ ഒരു 11 മണിക്ക് ശേഷം. ഇന്നലെ 10 മണിക്ക് സാധാരണ പോലെ സ്റ്റാഫ് ക്ലീൻ ആക്കാൻ വേണ്ടി വന്ന സമയത്താണ് നമ്മുടെ ഫ്രണ്ടിൽ ഈ ലോക്കും കാര്യങ്ങളെല്ലാം പൊട്ടിച്ചതായിട്ട് കണ്ടത്. അപ്പോൾ ആ ഒരു ടൈം പുള്ളിക്കാരന് സംശയം തോന്നി വേഗം തന്നെ നമ്മുടെ മാനേജറെയൊക്കെ വിളിച്ചറിയിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലായി മോഷണം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പിന്നെ നമ്മളൊന്നും കാര്യമായിട്ടുള്ള ഭാഗങ്ങളൊന്നും തൊടാനോ അല്ല മറ്റുള്ള രീതിയിലൊന്നും ശ്രമിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ അത് കേസിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടാണെന്നില്ല. അപ്പം ജസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ക്യാഷും കാര്യങ്ങളൊക്കെ പോയതായിട്ടാണ് നമുക്ക് കണ്ടത്. നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു, ഒരു 1 lakhൻ്റെ മുകളിലുള്ള എമൗണ്ടാണ് നമുക്ക് ഇന്നലെ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ മാസം 29-ാം തീയതി ഇതേപോലത്തെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ സൈഡ് ഭാഗത്തുള്ള ഡോറ് പൊളിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഏകദേശം ഈ പറഞ്ഞ തന്നെ ഒരു 10-30,000 രൂപയുടെ മുകളിൽ അന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലില്ല, ആ ഒരു അന്വേഷണം കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു സംഭവം കൂടി ഇപ്പോൾ നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട്? അങ്ങനെ നമുക്കിപ്പം സംശയിക്കത്തക്ക ആരുമില്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസ് ടീം കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിൻറ്റിൻ്റെ ടീമൊക്കെ ഇവിടെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പണം മാത്രമാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത്? പണം മാത്രമല്ല, നമ്മുടെ ലോക്ക് കാര്യങ്ങൾ ഡോറ് എല്ലാം പൊളിച്ചിട്ടുണ്ട്. 2 ഭാഗത്തെ മുന്നത്തേൽ ഇപ്പുറത്തെ ഭാഗത്തുള്ള ഒരു ഡോറാണ് പൊളിച്ചിട്ടുണ്ടത്. ഈ ഭാഗത്തത് ഇപ്പം പിന്നെ പൊളിച്ചിട്ടുണ്ട്. ഏകദേശം ടോട്ടലി നമ്മളിപ്പം പിന്നെ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറയുന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപേൻ്റെ മുകളിലായിട്ടുള്ള നഷ്ടങ്ങൾ നമുക്കിപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക്. അതായത് മുൻവശത്തെയും പുറകുവശത്തെയും വാതിൽ തകർത്ത് പൂട്ട് പൊളിച്ചിട്ടാണോ? ഈ പിന്നെ ഇന്നലെ നടന്നത് മുൻവശത്തെ പിന്നെ ലോക്ക് തല്ലി പൊളിച്ചിട്ടാണ്. നമ്മുടെ ഈ തൂമ്പ എന്ന് പറയുന്ന സാധനം എടുത്തിട്ട് അടിച്ച് പൊളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് പൊളിച്ചിട്ടാണ് ഈ പറയുന്ന ദൃശ്യങ്ങളിൽ ആളെ മുഖം വ്യക്തമാണോ? ഇല്ല, മുഖം വ്യക്തമായിട്ടില്ല. കാരണം വെച്ചാൽ പിന്നെ ഈ പറയുന്ന വ്യക്തി ഒരു ഭാഗത്തു നിന്ന് വരുമ്പോൾ തന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കാര്യങ്ങളായതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്നലത്തെ സംഭവത്തിൽ, ഒരാൾ മാത്രമാണ് ഉണ്ടായത്. മുന്നേ നമ്മുടെ CCTV കാണുന്നതിൽ അകത്ത് കടന്നത് ഒരാളായിട്ടാണ്. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കും.